ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള പാർട്ടാണ്. ഇത് 2 സെക്ഷൻ ആയിട്ടാണ്, അല്ലെങ്കിൽ 2 യൂണിറ്റ് ബേസ് ആയിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. കാരണം കണ്ടന്റ് എല്ലാം ഫോളോ അപ്പ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇതിലെ പോയിന്റ്സ് നോക്കാം. ഇതിൽ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് കുട്ടികൾ അഡോളസെൻസ് പീരീഡിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഗ്രോൺ അപ്പ് ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്നു, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, മോട്ടിവേഷൻ പോലെയുള്ളൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പോയിന്റ്സ് ആണ് നമുക്കിതിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് മിസ് ബോർഡിൽ എഴുതിയത് വിച്ച് ആർ ദ പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ് ഫേസ്ഡ്. അഡോളസെൻസ് കൗമാര കാലഘട്ടത്തിൽ കുട്ടികൾ നേരിടുന്ന ചില അഭിമുഖീകരിക്കുന്ന ചില പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു സെക്ഷൻ ഫസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. which are the main food system in the adolescence period. അതായത് ഇങ്ങനെ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ കുട്ടികളുടെ ആ ഒരു ഡയറ്റിംഗ് മീൻസ് അവരുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, പറ്റാത്തവ ഏത്, പറ്റുന്നവ ഏത്, അങ്ങനെ 2 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നതാണ്. നെക്സ്റ്റ് അതിൽ മിൽക്കായാലും ചീസ്, പിന്നെ വെയ്റ്റ് നട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടുന്ന രീതിയിലുള്ള. നെക്സ്റ്റ്, ഹൗ ബെസ്റ്റ് ഇസ് എ സ്റ്റുഡൻസ് ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവർ സ്ട്രെസ് വീണ്ടും അങ്ങനെ സ്ട്രെസ് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ടൈം ടേബിൾ. എന്ത് ടൈം ടേബിൾ ആണ് യൂസ് ചെയ്യേണ്ടത് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും പ്രശ്നങ്ങളും പ്രോബ്ലംസും കുട്ടികളുടെ കൗമാര കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ തന്നെ കൗമാര കാലഘട്ടത്തിൽ ഒരു മെൻ്റൽ സ്ട്രെസ് പീരീഡ് എന്നാണ് പൊതുവേ സൈക്കോളജി പ്രകാരം പറയല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡ്സിലേക്ക് പോകുമ്പോൾ, അഡോളസെൻസ് പീരീഡ് ആൻഡ് ഗ്രോൺ അപ്പിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ദാറ്റ് ടൈം ടേബിൾ, ഒരു ടൈം ടേബിൾ പ്രകാരം മുന്നോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും, അതല്ലേ നല്ലത്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു 2 സെക്ഷനിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്താ മനസ്സിലാക്കുക, നമുക്ക് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങൾ, പൊതുവായിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ചില വായനാ രീതിനെ വായിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചാപ്റ്റർ ഹെഡിങ് അല്ല, മീൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഒരു കണ്ടന്റ് നമ്മൾ എപ്പോൾ തുടങ്ങിയിട്ട്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതലേ പേര് അതന്നെയാണ്, യൂണിറ്റ് ബേസും സെക്ഷനും മാറുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡോളസെൻസ് പീരീഡിൽ കുട്ടികൾ സ്റ്റുഡൻസ് റിലേറ്റഡ് ദെയർ പാരൻസ് അല്ലേ. സ്റ്റുഡൻസ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആരും നെർവസ് ആവും, കുട്ടികൾ ടെൻഷൻ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പാരൻസും നെർവസ് ആവും. കാരണം കുട്ടികളുടെ ഈ പഠന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സപ്പോർട്ടായി, പ്രത്യേകിച്ച് MBBS നീറ്റ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ അടച്ചിട്ടിരുന്ന് പഠിപ്പിച്ച്, പാരൻസ് ആയിരിക്കും 90% സ്ട്രെസ് അനുഭവിക്കുന്ന ആരായിരിക്കും, പാരൻസ് ആയിരിക്കും. ചില കുട്ടികൾ ഇതൊക്കെ എന്ത് ലെവലിൽ നടക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ ചില കുട്ടികൾ ഇത് ഞാൻ നേടും, എൻട്രൻസിൽ ഉയർന്ന റാങ്കൊക്കെ നേടണമെങ്കിൽ നന്നായി പഠിക്കും വേണം അല്ലേ. അപ്പോൾ ഒരു സ്ട്രെസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അത് ഡയറ്റിലൂടെ എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ളൊരു മോട്ടിവേഷൻ സ്പീച്ച് പോലെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട റീഡിംഗ് കപ്പാസിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡ് എന്നാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ മിസ് ജസ്റ്റ് വായിക്കാം എന്താണ് നമ്മളെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ദ ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ ബിഫോർ എക്സാമിനേഷൻ. നമ്മളെ സ്ട്രെസ് വരുന്ന അധിക സമയം എപ്പോഴാണ്, നമ്മുടെ എക്സാമിനേഷന് മുമ്പാണ്. ബിഫോർ ദ എക്സാമിനേഷൻ മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രമെൻഡസ് സ്ട്രെസ്. പൊതുവേ നമുക്കറിയാം ട്രമെൻഡസ്ലി സ്വാഭാവികമായും എന്താവും അവർ സ്ട്രെസ്സിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ സ്റ്റുഡൻസ് ഹു ആർ സ്ട്രെസ്ഡ് അല്ലേ, ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ഫേസ് ദ സെയിം സിറ്റുവേഷൻ. കറക്റ്റ് സിമ്പിളായിട്ടാണ് ഈ ഒരു പാഠത്തിലെ വേർഡ്സും പിന്നെ നമ്മളെ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ചിത്രീകരിച്ചിരിക്കുന്നതും, അല്ലെങ്കിൽ ഇത് റൈറ്റ്സ് ഓഫ് ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തത് കറക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ഫേസ്ഡ് ദ സെയിം സിറ്റുവേഷനിലെ അത് അവരും കൂടി ഇൻക്ലൂഡഡ് ആണ്. എന്തിന് ഇൻക്ലൂഡഡ് ആണ്? ദ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ. ഏത് സിറ്റുവേഷൻ? ഈ ഒരു മെൻ്റൽ സ്ട്രെസ്, കുട്ടികൾക്ക് എത്രത്തോളം മെൻ്റൽ സ്ട്രെസ് ഉണ്ടോ അത്രത്തോളം ആരും അതിലേക്ക് ഇൻക്ലൂഡഡ് ആണ്, പാരൻസും ടീച്ചേഴ്സും. കാരണം ടീച്ചേഴ്സ് മീൻസ് അവരുടെ അക്കാദമിക് അല്ലെങ്കിൽ ഒരു സ്കൂളായിരിക്കും, സ്കൂൾ ബേസ്ഡ്. അപ്പോൾ അവരുടെ വിജയശതമാനം ഉറപ്പാക്കണമെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു സ്കൂളിന് അത്യാവശ്യം വിജയം കിട്ടണമെങ്കിൽ ടീച്ചേഴ്സ് നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ നിലനിൽപ്പിന് എന്താണ്, കുട്ടികളുടെ സക്സസ് എത്രത്തോളം പെർസെൻറ്റേജ് കൂടുതൽ
കൂടുതലാണോ അത്രത്തോളം നിലനിൽപ്പാണ് ടീച്ചേഴ്സിന് അവിടെ. അപ്പോൾ ടീച്ചേഴ്സിന് മെൻ്റൽ സ്ട്രെസ് കുട്ടി, പിന്നെ പേഴ്സണലി കുട്ടികൾക്ക് നന്നായി വിജയം ഉണ്ടാവണമെന്ന് ഏതൊരു ടീച്ചേഴ്സും ആഗ്രഹിക്കൂ. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഒക്കെ പോട്ടെ. ദെൻ പാരൻസിലേക്ക് എടുക്കുകയാണെങ്കിൽ എത്രയോ ക്യാഷൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, എങ്കിലും സ്നേഹം കൊണ്ടും പിന്നെ കുട്ടിയുടെ ഫ്യൂച്ചർ ആലോചിച്ചിട്ടാണല്ലോ അല്ലേ. നമുക്കറിയാം ഇതിപ്പോൾ മിസ്സിന് ഇപ്പോൾ പ്രധാനമായി നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യം, നിങ്ങളും സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങളെ പാരൻസ് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മിസ്സിന് മനസ്സിലാവും. ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ്, പണ്ടത്തെ ജനറേഷൻ പോലെയൊന്നും അല്ല. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, എങ്കിൽ ഇത്രത്തോളം ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രീ ഹിസ്റ്ററിയിലേക്ക് പരിശോധിക്കുമ്പോൾ കുറച്ചൊരു കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ഇത്രയൊരു വാല്യൂ ഉണ്ടെങ്കിലും ഇത്ര ഇങ്ങനെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം എൻ്റെ ഒരു ജനറേഷൻ, ഇപ്പം മിസ്സിൻ്റെ ജനറേഷൻ മീൻസ് ഒരു 2000 കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ അങ്ങനെ ഇരുത്ത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ നമ്മളുടേതായ വിഷയം തിരഞ്ഞെടുത്ത്, ഇപ്പോൾ മിസ്സിന് ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം, അപ്പം ഞാൻ പ്രൊഫഷണലി ടീച്ചിങ്ങിലേക്ക് പോയി. നിർബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ 2025 ആയില്ലേ, കാലഘട്ടം എത്രയോ മാറിപ്പോയി. അപ്പോൾ ഈ ഒരു 2025 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുട്ടികളെ ടോർച്ചറല്ല, പക്ഷേ മെൻ്റൽ സ്ട്രെസ് തന്നെയാണ് അല്ലേ. അതൊരു വേറൊരു വിഭാഗം സ്ട്രെസ് തന്നെയാണ്. പഠിച്ചാൽ ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എന്തായാലും എത്തണം, കറക്റ്റ് പഠിക്കണം, ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിക്കണം കറക്റ്റ്. എന്നാലേ നമുക്ക് പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, മറ്റു കുട്ടികളുടെ താരതമ്യം ചെയ്യും പാരൻസിലെ. അങ്ങനെ വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ എത്രയോ കൗൺസിലിങ്ങിനും കാര്യം നമുക്ക് വരുന്നത് കാണാം. കാരണം ഒരു കുട്ടി വേറൊരു കുട്ടിയെ താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ കുട്ടി മറ്റേ, അങ്ങനെ ഒരു സ്ട്രെസ്സും നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പാരൻസ് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിസ് വായിച്ചെന്താണ്, പാരൻസ് ഓൾസോ അല്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു റിലേറ്റഡ് ദിസ് ഓൾസോ. നെക്സ്റ്റ്, വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? എന്തുകൊണ്ടാണ് ഈ പീപ്പിൾസ് മീൻസ് ഇപ്പം മൊത്തം ഇതുവരെ സ്റ്റുഡൻസാണ് പറയുന്നത്, ഇപ്പം എന്താ പറയുന്നത്, വൈ ഡു പീപ്പിൾ പറഞ്ഞ ജനങ്ങൾ മൊത്തത്തിലാണ്, ജനറലി പറയാണ്, പൊതുവെ ജനങ്ങൾ എന്തുകൊണ്ടാണ് സ്ട്രെസ് ചെയ്യുന്നത്? അഡോളസൻസ് ആർ ഫേസ്ഡ് വിത്ത് ദ ഡിമാൻഡ് ഓഫ് ദെയർ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ആൻഡ് ദ കോംപ്ലക്സ് ഓഫ് സൊസൈറ്റി അല്ലേ. ആ ഒരു ഡെവലപ്മെൻറ്റ് ടാസ്ക്കാണ് അവിടെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. കാരണം അവർ അഡോളസൻസ് ആണ്, കൗമാര കാലഘട്ടത്തിൽ നിന്ന് അവർക്ക് എങ്ങോട്ട് പോകണം, അവർക്കൊരു ജോലി സാധ്യതയിലേക്കോ, അവർ ഗ്രോണപ്പ് ആവുകയാണ്, 18 വയസ്സ് 19 ആകുമ്പോഴേക്കും കരിയറായിട്ട് അവർക്ക് സെലക്ട് ചെയ്യണം, ഏത് പ്രൊഫഷനിലേക്ക് പോകണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു വെപ്രാളത്തിലുള്ള കോഴ്സ് തിരഞ്ഞെടുപ്പൊക്കെ അതിനെ റിലേറ്റ് ചെയ്താണല്ലേ അവർ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. +2 എന്ത് പഠിക്കണം, കരിയർ എങ്ങനെ പോകണം, എന്ത് ജോലി അന്വേഷിക്കണം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ പിന്നെ എന്താ പറയുക, പ്രോഗ്രസീവ് ആയതിലേക്ക് പോകണമെങ്കിലൊക്കെ അങ്ങനെ കുറേ ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഡോളസൻസ് പീരീഡ്സ് ദെൻ ഡെവലപ്മെൻറ്റ് ടാസ്ക് ആണ്, അതൊരു ടാസ്ക് ആണെന്നാണ് പറയുന്നത്. ദെൻ കോംപ്ലക്സ് ഓഫ് സൊസൈറ്റി, പിന്നെ ഒരു കോംപ്ലക്സും ഉണ്ടാവും. അതായത് മറ്റുള്ളവരെക്കാളും കൂടുതൽ നല്ലൊരു ഇതിൽ എൻ്റെ മോളാവണം അല്ലെങ്കിൽ എൻ്റെ മോന് അവിടെ എത്തണം എന്നുള്ളൊരു കോംപ്ലക്സ് മെൻറ്റാലിറ്റി സൊസൈറ്റിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ നീഡ് ടു അക്വയർ സ്കിൽസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു എമേജ് ഇൻ ടു adulthood of unaffected by the demands, but they lack of these skills, thus too many demands are made on them. അതായത് പാരൻസ് ഡിമാൻഡ് വെക്കുന്നതും കുട്ടികളുടെ ഉള്ളിലുള്ള കഴിവനുസരിച്ച് പറയുന്ന പാരൻസ് രണ്ടാണ് അല്ലേ. കുട്ടികൾക്ക് നല്ല ക്രിയേറ്റീവ്, നന്നായി വരയ്ക്കുന്ന ഒരു കുട്ടി നല്ല ആർട്ടായിട്ട് നല്ല ചിത്രമൊക്കെ വരയ്ക്കും ബോർഡിൽ. പിന്നെ നമ്മളെ ഈ LP UP സ്കൂളൊക്കെ കാണാം, കുരങ്ങൻ്റെയും ആമ അല്ലെ, LP അല്ല അംഗൻവാടി ചുമരിലൊക്കെ ഉണ്ടാവും നല്ല നല്ല അടിപൊളി. അപ്പോൾ അങ്ങനത്തെ ഇത് വരയ്ക്കുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ, അത് പറഞ്ഞപ്പോൾ മിസ്സിൻ്റെ മോള് അത്യാവശ്യം LP UP മിസ്സിൻ്റെ ചേച്ചീൻ്റെ മോൾ റിലേറ്റഡ് ആണ്, മിസ്സിൻ്റെ സ്വന്തം ചേച്ചീൻ്റെ മോളാണ്. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നത്, ഈ സ്കൂളുകളുടെ LP UP സ്കൂളിൻ്റെയൊക്കെ ചുമരുകൾ അവിടെ കാലിക്കറ്റ് ആയാലും മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആയാലും അവിടുത്തെ ഒരുവിധ സ്കൂളിലൊക്കെ ഇവളെ ആർട്ടാണ്. ഒരു 80-90 ഇയേഴ്സ് ഓൾഡേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വയസ്സിനെടുക്ക് ആ കുട്ടിക്ക്, നമുക്കറിയാം ആ കുട്ടിക്ക് അങ്ങനെ, അപ്പോൾ എല്ലാ പാരൻസും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അതല്ല പറയുന്നത്. കുട്ടിയുടെ ടാലൻറ്റ് എന്താണോ ആ ലെവലിൽ കുട്ടിയെ പറഞ്ഞടയ്ക്കുന്ന പാരൻസ് 100-ൽ ഒരു 70% ഉള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം അല്ലാതെ പിന്നെ കുട്ടികളുടെ നിർബന്ധിച്ച് അത് ചെയ്യണം, ഇത് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് ചെയ്യുന്ന പാരൻസും ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ചില കുട്ടികൾ നല്ല ആർട്ടായിരിക്കും. അപ്പോൾ ഞാൻ മിസ് പറഞ്ഞ മോള് LP ചുമരിൽ നല്ല ആന കുതിര അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ച് ഭയങ്കര ദൂരത്ത് നിന്ന് കാണുന്ന ക്ലാരിറ്റി ഉണ്ടാവും, നല്ല സ്റ്റൈലായിരിക്കും, നല്ല ഗ്ലൂമിങ് ആയിരിക്കും, നല്ല പിന്നെ വൈറ്റനിങ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ. അപ്പോൾ കുട്ടികളുടെ ചിത്രങ്ങൾ, മൃഗങ്ങൾ, കുഞ്ഞു കുറുക്കന്മാർ, അണ്ണാന്, പാരറ്റ്സ് അല്ലേ, നമ്മുടെ സ്ക്വയറൽ, പാരറ്റ്സ്, എലഫൻറ്റ്, അതൊക്കെ പിന്നെ കുറേ സ്റ്റാർസ്, മൂണ്, ദെൻ നല്ല ഗ്രീനറി, നല്ല പിന്നെ എന്താ പറയുക, നല്ല നമ്മുടെ സീനറി പോലെയുള്ള
പച്ചപ്പ് നിറഞ്ഞ പുല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരച്ച് വെക്കുമ്പോൾ അതൊരു വേറെ തന്നെ വെറൈറ്റിയാണ്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലെ ടാലൻ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ മെൻ്റൽ സ്ട്രെസ്സിലേക്ക് പോകരുത് എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത്. സം ഓഫ് ദ റീസൺ ഓഫ് ഇൻക്രീസ് ഓഫ് ദി സ്ട്രെസ് ലെവൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലേ. ഇതൊരു ഈ സ്ട്രെസ് ലെവൽ ചിലപ്പോൾ കൂടാൻ കാരണം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസിലേക്ക് തന്നെ പോകും. കാരണം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, നമ്മൾ ആരാവണം, ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം, കരിയർ എന്താവണം എന്നുള്ളതും ഒരു സ്ട്രെസ്സിന് കാരണമാണ്. ഓക്കെ, വൈ ഡു ദ പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്? വീണ്ടും ചോദിക്കുകയാണ്, വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്? എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ സ്ട്രെസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ദേ വർ വെറീഡ് അബൌട്ട് വുഡ് ബി ഏബിൾ ടു ലിവ് അപ്പ് ടു ദി എക്സ്പെക്ടേഷൻ ഓഫ് ദെയർ പിയേഴ്സ് അല്ലേ. പിയർ ഗ്രൂപ്പ് ആണ് എന്താ, നമ്മുടെ അതേ പ്രായത്തിലുള്ള ഗ്രൂപ്പ്സാണ് പിയർ ഗ്രൂപ്പ്സ്. അപ്പം സമപ്രായക്കാർ എന്നൊക്കെ പറയും, അവരെന്താവണോ അതുപോലെ ആവണം എന്നാണ് ചില പാരൻസ് കുട്ടികളോട് പറയാം. ചിലപ്പോൾ ഒരു കുട്ടിയുടെ പാരൻസ് നല്ല രണ്ടാളും ഡോക്ടേഴ്സ് ആയിരിക്കും, ആ കുട്ടി നന്നായി പഠിക്കുന്നതായിരിക്കും, നീറ്റ് എക്സാം കിട്ടാനുള്ള കുട്ടിയായിരിക്കും. മറ്റേ കുട്ടിക്ക് ചിലപ്പോൾ ആർട്ടിനോടായിരിക്കും താല്പര്യം. ഇവർ രണ്ടാളും ഫ്രണ്ട്സ്